രാജേന്ദ്രൻ, ഈ ഒരു ബജറ്റിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വൻ പ്രഖ്യാപനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വൻ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ബജറ്റിലൂടെ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ തികഞ്ഞ നിരാശയാണ് ഈ ബജറ്റ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഒരു മുൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റ്, അതായത് 2019 ഇതേപോലുള്ള ബജറ്റിലൂടെയാണ് PM കിസാൻ പദ്ധതി എന്ന വൻ പദ്ധതി പ്രഖ്യാപിച്ചത്. 13 കോടി കർഷകർക്കായിരുന്നു അത് ആശ്വാസമായത്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായും ആ പദ്ധതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപ്രകാരം രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷം 6000 രൂപയാണ് എത്തിയിരുന്നത്. അത് 9000 രൂപയായി ഉയർത്തുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കർഷകർക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്നാൽ ആ പദ്ധതിയിൽ കൂടുതലായി പണം നീക്കിവെക്കുന്നില്ല. അത് 6000-ൽ നിന്നും 9000 രൂപയായി വർദ്ധിപ്പിക്കില്ല എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മറ്റൊന്ന്, നമ്മൾ ഈ നികുതിദായകരുടെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആദായ നികുതി പരിധി ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനമാണ്. അതൊരു 7 ലക്ഷമെങ്കിലും ഉയർത്തും എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ആശ്വാസമാകില്ല. നിലവിലുള്ള ആദായ നികുതി ഏത് രീതിയിലാണോ അത് അതേ രീതിയിൽ തന്നെ തുടരും എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ആശ്വാസം ഈ രീതിയിൽ വരുമാനം ആർജിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കുണ്ടാവില്ല. നിലവിലുള്ള ആദായ നികുതി ഇളവുകൾ അതേപോലെ തന്നെ തുടരും. മറ്റൊന്ന്, കോർപ്പറേറ്റുകളെ ഏതെങ്കിലും രീതിയിൽ തൊടാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ബജറ്റ് കമ്മി അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ, ധനകമ്മി ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ധനകമ്മി എങ്ങനെ നികത്തും എന്നൊരു ആശങ്ക അത് സ്വാഭാവികമായിട്ടുമുണ്ട്. ധനകമ്മി നികത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അവലംബിക്കുന്ന മാർഗം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുക എന്നതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പുതിയ ധനസമാഹരണം നടത്തിയേ തീരൂ, എങ്കിൽ മാത്രമേ നിലവിലുള്ള പദ്ധതികൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു കാരണവശാലും തന്നെ കോർപ്പറേറ്റുകളുടെ അപ്രീതി ക്ഷണിക്കുന്ന യാതൊരു നടപടിയും കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. കോർപ്പറേറ്റുകളെ ഏതെങ്കിലും രീതിയിൽ അവരുടെ എതിർപ്പ് ക്ഷണിച്ച് വരുത്തുന്ന യാതൊരു നടപടിയും യാതൊരു പ്രഖ്യാപനവും ഇതിലൂടെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ട വസ്തുത, ഈ സർക്കാരിൻ്റെ ഈ അതിര് കവിഞ്ഞ ഈ അവകാശവാദങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലാതായി. ഇതാണ് നിർമ്മലാ സീതാരാമൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം. ബജറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നതാണ്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യ വളരെ പിന്നോക്കം. ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആകെയുള്ള 135 രാജ്യങ്ങളുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പഠനങ്ങളും തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ സർക്കാർ ഡാറ്റകൾ പോലും ഇപ്പോൾ ലഭ്യമല്ല. ആധികാരികമായ സർക്കാർ ഡാറ്റകൾ ലഭ്യമാക്കേണ്ട സർവേ ഏജൻസികളിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതാണ് സമീപകാലങ്ങളിൽ രാജ്യം കണ്ടത്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെയാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലാതായി, പട്ടിണിയിൽ നിന്നും 25 കോടി ജനങ്ങളെ മോചിപ്പിക്കാൻ സാധിച്ചു തുടങ്ങിയ അവകാശവാദങ്ങളെല്ലാം നിർമ്മലാ സീതാരാമൻ നടത്തിയത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടതാണ്, അത് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്നത്തെ ഒരു വിഭാഗം പത്രങ്ങളെല്ലാം അത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. അതായത് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ വളരെ പെട്ടെന്ന് തന്നെ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നു. ആഗോള അഴിമതി സൂചിക റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 95 ഉയർന്നു. അതായത് 83 മുൻവർഷം. 2023 ഇന്ത്യയുടെ സ്ഥാനം 83 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 95 ഉയർന്നു. അതായത് ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നായാണ് ഇന്ത്യയെ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന സംഘടന അവർ വിശദമായി നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്.
അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ വാർത്തകളായി ഒന്നിരിക്കെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ അഴിമതി കുറഞ്ഞു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതാണ് ശ്രദ്ധേയമായൊരു വസ്തുത. മറ്റൊന്ന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് നാരീശക്തി പദ്ധതി അത് കൂടുതൽ വിപുലപ്പെടുത്തുമെന്ന് പറയുന്നു. മാത്രമല്ല സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി വനിതാ സംവരണ ബിൽ പാസാക്കി എന്ന് പറയുന്നു. മുത്തലാഖ് അത് തടയാനുള്ള നിയമം കൊണ്ടുവന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ മോദി സർക്കാർ വൻ വിജയം കൈവരിച്ചു എന്നൊരു അവകാശവാദം നടത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഗുസ്തി താരങ്ങൾ, വനിതാ ഗുസ്തി താരങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരെ മാനഭംഗപ്പെടുത്തിയ വളരെ പ്രമുഖനായ ഒരു BJP നേതാവ്, ആ BJP MP നിർമ്മലാ സീതാരാമൻ്റെ തൊട്ടുപിറകിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ ഈ ബജറ്റ് അവതരണത്തിനിടയിൽ കണ്ടു. അദ്ദേഹം അങ്ങനെ BJPയുടെ പ്രമുഖനായ നേതാവ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ ഏറെ നടപടികൾ കൈക്കൊണ്ടു എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നത്. പിന്നെ വിലക്കയറ്റത്തെ പറ്റി പറഞ്ഞു. വിലക്കയറ്റം നാമമാത്രമാണ് എന്നാണ് നിർമ്മലാ സീതാരാമൻ്റെ മറ്റൊരു അവകാശവാദം. വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അത് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. കേരളം വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാവാനുള്ള കാരണം ഇതിനകത്ത് മാർക്കറ്റ് വളരെ ത്വരിതഗതിയിലുള്ള ക്രിയാത്മകമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, അതായത് വിപണിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം നടപടികളൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വിലക്കയറ്റം പിടിച്ചു നിർത്താനായി എന്നൊരു അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ 15 രൂപയുടെ വർധന വരുത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ വിലയിൽ 15 രൂപയുടെ വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഹോട്ടലുകളിലും മറ്റും പോയി ഭക്ഷണം കഴിക്കുന്ന ഉപഭോക്താക്കൾക്ക് മേലുള്ള കനത്ത ഇരുട്ടടിയാണ്. ചെറുകിട ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാവും. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വാണിജ്യ സിലിണ്ടറിൻ്റെ വില എത്രയാണ്? മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില എത്രയാണ്? ഡീസലിൻ്റെ വില എത്രയാണ്? ഇപ്പോൾ നിലവിൽ പാചകവാതക സിലിണ്ടറിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എത്രയാണ് എന്നുകൂടി നമ്മളൊന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന നിർമ്മലാ സീതാരാമൻ്റെ ഈ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് 3 വലിയ റെയിൽവേ ഇടനാഴികൾ ആരംഭിക്കുമെന്നൊരു പ്രഖ്യാപനമുണ്ടായി. അത് ഏതെല്ലാമാണ് ആ റെയിൽവേ ഇടനാഴികളെന്ന് വ്യക്തമായി പറയാൻ തയ്യാറായിട്ടില്ല. ഏതെല്ലാം റൂട്ടുകളാണെന്നൊന്നും വ്യക്തമായി പറയാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ബജറ്റ് പേപ്പറുകൾ പൂർണ്ണമായും ലഭ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ വന്നേക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു എടുത്തു പറഞ്ഞൊരു വസ്തുത എന്തെന്നാൽ 4000 റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരതിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ്. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രഖ്യാപനമെല്ലാം ഉണ്ടായിരിക്കുന്നത് 4000 സാധാരണയുള്ള റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരതിൻ്റെ റെയിൽവേ കോച്ചുകളുടെ നിലവാരം എന്താണോ ആ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യം ഈ പുതിയ റെയിൽവേ കോച്ചുകളുടെ മാറ്റമല്ല ആവശ്യം, പുതിയ ട്രെയിനുകളാണ് ആവശ്യം. കേരളത്തെ സംബന്ധിച്ച് പല ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ പാർട്ടികളും എല്ലാം തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. റെയിൽവേ മേഖലയിലെ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ വലിയ യാത്രക്കാരുടെ തിരക്കാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അടിയന്തരമായി പുതിയ ട്രെയിനുകൾ കേരളത്തിൽ ലഭ്യമാക്കണം. പുതിയ ട്രെയിനുകൾ ലഭ്യമാക്കിയാൽ മാത്രം പോരാ, പുതിയ അതിവേഗ റെയിൽവേ പദ്ധതി, റെയിൽ പദ്ധതി, അതിനെല്ലാം അനുമതി നൽകണം. ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളുടെ ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ കോച്ചുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിലെ റെയിൽവേ മേഖല പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. വേറൊരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നതാണ്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള 2 കോടി വീടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്തും വലിയൊരു കള്ളത്തരം ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം ഈ നമ്മുടെ ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പദ്ധതികൾ, വിവിധ സംസ്ഥാനങ്ങൾ കൂടുതൽ തുക മുടക്കി ആരംഭിക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് ഈ നാമമാത്രമായ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ലൈഫ് പദ്ധതി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ നാമമാത്രമായ തുക മാത്രമാണ് ചെലവഴിക്കുന്നുള്ളത്.